അവയവത്തട്ടിപ്പിനിരയായി സ്വകാര്യ ആശുപത്രി ജീവനക്കാരിയും എന്ന വാർത്തയാണ്. വൃക്ക വാങ്ങി ഏജന്റ് ഷാജി പണം മുഴുവൻ നൽകാതെ വഞ്ചിച്ചുവെന്ന് ചേർത്തല സ്വദേശിനിയുടെ വെളിപ്പെടുത്തൽ. കടുത്ത സാമ്പത്തിക പ്രശ്നമുള്ളതിനാൽ ഒരു വൃക്ക 8.5 ലക്ഷം രൂപയ്ക്കാണ് നൽകിയത്. ആശുപത്രിയിലെ സ്ഥിരം സന്ദർശകനായ ഏജന്റ് 3.5 ലക്ഷം രൂപ മാത്രമാണ് നൽകിയതെന്നും ബാക്കി പണം ചോദിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തിയെന്നും ലോഡ്ജിൽ കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നും ചേർത്തല സ്വദേശിനി റിപ്പോർട്ടറോട് പറഞ്ഞു. ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ. അവയവത്തട്ടിപ്പിന് ഇരയാകുന്നവരുടെ ജീവിതാവസ്ഥ വളരെ ദയനീയമാണ്. അത്തരത്തിൽ അവയവത്തട്ടിപ്പിന് ഇരയായ ചേർത്തല സ്വദേശിനിയാണ് നമുക്കൊപ്പം. എങ്ങനെയാണ് തട്ടിപ്പിനിരയായത്? ഹോസ്പിറ്റലിൽ നിരന്തരം വന്ന് കണ്ടിട്ടുള്ള വ്യക്തിയാണ് ഈ ഏജൻറ്റ്. എല്ലാ ദിവസവും കാണുന്ന ഒരാളും പിന്നെ ഞാൻ റിസപ്ഷനിൽ ഇരുന്നപ്പോഴത്തേക്കും എൻ്റെ അടുക്കൽ വന്നിരുന്ന് സൗഹൃദമായിട്ട് നമ്മളോട് എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിത രീതി എങ്ങനെ പോകണമെന്നുള്ള രീതിയൊക്കെ അവരെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നമ്മളോട് പറഞ്ഞു ഇങ്ങനൊരു അവയവദാനത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളോട്. അപ്പോൾ അവരിങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ 8.5 ലക്ഷം രൂപ കിട്ടും, അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ആവില്ലേ, അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ ആലോചിക്കുക എന്നുള്ള രീതിയിൽ പറഞ്ഞു. വീട്ടിൽ വന്നതിന് ശേഷം ഈ പണം എപ്പോഴാണ് തന്നത്? ഞങ്ങൾ ഇന്നിപ്പോൾ വൈകിട്ടാണ് വന്നെങ്കിൽ പിറ്റേ ദിവസം രാവിലെ വീട്ടിൽ വന്നിട്ട് പൈസ തന്നിരുന്നു. ഷാജി എൻ്റെ വീട്ടിൽ വന്നിട്ടാണ് 3.5 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ തന്നത്. ബാക്കി പൈസ പിന്നീട് കണക്ക് പറയാം, നമുക്ക് ഇപ്പോൾ വീട്ടിൽ വെക്കേണ്ട സേഫ് അല്ല എന്നുള്ളൊരു കാര്യവും കൂടി പറഞ്ഞിരുന്നു. പിന്നെ ഇവർ വേറെ രീതിയിലൊക്കെ നമ്മളെ ചൂഷണം ചെയ്തിട്ടുണ്ട്. അല്ല, അതെങ്ങനെയാണ് അങ്ങനെ ചൂഷണം ചെയ്യാനുണ്ടായ സാഹചര്യം എന്താ? അവർ ഇതിനകത്തേക്ക് നമ്മളെ എത്തിക്കാൻ വേണ്ടിയിട്ട് എന്നെ ലോഡ്ജിൽ വിളിച്ച് വരുത്തി. അവിടെ ചെന്നപ്പോഴത്തേക്കും അയാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൂടെ വന്ന സ്ത്രീ മാറിക്കളഞ്ഞു. അയാളെന്ന് പറയുമ്പോൾ ഷാജി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ വെച്ച് എന്നെ പറയാനായിട്ട് മനസ്സിലായി, ശാരീരികമായി ചൂഷണം ചെയ്തു. അവരൊരു ഫോട്ടോയൊക്കെ പകർത്തിയിട്ട് ഇതൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് തയ്യാറായില്ലെങ്കിൽ ഇവിടുത്തെ ജോലിയൊന്നും ഇനി പ്രതീക്ഷിക്കണ്ട. ഹോട്ടലിലേക്ക് എന്തിനായിരുന്നു വിളിച്ചു വരുത്തിയത്? ഇതിന് വേണ്ടിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഇത്തരത്തിലൊരു ലൈംഗിക ചൂഷണത്തിന് ഇരയായത്. അതിനുശേഷം ഇത് ആരോടെങ്കിലും പറയാൻ ധൈര്യം വന്നോ? ഭയന്നു പോയോ? പേടി, കുടുംബജീവിതവും പിള്ളേരും, പിന്നെ ഹോസ്പിറ്റലിൽ നമ്മളൊരു ചീത്തപ്പേരാവുമോ എന്നുള്ളൊരു വിഷമവും എല്ലാം അതിനകത്ത് ബാധിച്ചു. ബാക്കി പൈസ കിട്ടണമെങ്കിൽ, ബാക്കി 5 ലക്ഷം കൂടെ കിട്ടാനുണ്ടല്ലോ, അത് കിട്ടണമെങ്കിൽ ഇത്ര പേരെ കൊടുക്കണമെന്നോ വല്ലതും പറഞ്ഞിരുന്നോ? എത്ര പേരെ? അങ്ങനെ ഇത്ര പേരെന്നല്ല, കിട്ടണവർ എത്ര പേരെയാണോ അത്രയും പേരെ ഇവരെ മുട്ടിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ മുട്ടിച്ചു കൊടുക്കണം. ഷാജി അങ്ങനെ എത്ര പേരെ മുട്ടിച്ചു കൊടുത്തിട്ടുണ്ട്? എൻ്റെ ഇതിലറിവിൽ ഒരു 10-12 പേരോളം ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഇത്. 12 പേരുടെ ഇപ്പോൾ ഐഡന്റിറ്റി പറഞ്ഞില്ലെങ്കിൽ എവിടെയുള്ളവരാണ് അവരെല്ലാം? പനങ്ങാടുള്ള ഒരു കുട്ടിയുണ്ട്, പിന്നെ അത് ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്തിട്ടിരുന്നൊരു കുട്ടി ഇവിടെ കൊടുങ്ങല്ലൂർ ഭാഗത്ത് ഉള്ളതുണ്ട്. അവരും ഇങ്ങനെ ഇവരുടെ നമ്പർ കൊടുക്കാൻ ചോദിച്ച് എൻ്റെ അടുത്ത് വന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ആലപ്പുഴ ബീച്ചിൻ്റെയൊക്കെ അവിടെ അങ്ങോട്ടൊക്കെയുള്ള കടപ്പുറം ഏരിയയിൽ എവിടെയുള്ള ഒരു കുട്ടിയെ വന്നിട്ടുണ്ട്. അങ്ങനെ നിയമ നടപടിയുമായി എപ്പോഴാണ് മുന്നോട്ട് പോകുന്നത്? നിയമ നടപടിയായിട്ട് വന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2020 ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ പറയുകയും കേസ് കൊടുക്കാൻ പോവുകയൊക്കെ ചെയ്തതാണ്. എന്നിട്ട് അവിടെ നിന്ന് നമ്മളെ ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിച്ചു. ഹസ്ബൻഡിന് വയ്യാത്തതാ, കുടുംബം മൊത്തത്തിൽ തകർത്ത് കളയുമെന്നുള്ളൊരു ഭീഷണിയൊക്കെ അന്നേ ഉണ്ട്. പറഞ്ഞ പൈസ 8.5 ലക്ഷത്തിൽ 5 ലക്ഷം കിട്ടിയതുമില്ല, ശാരീരികമായി ഉള്ള പീഡനം തുടരുകയും ചെയ്യുന്നു. ആ സാഹചര്യത്തിലാണ് പോലീസിനെ കണ്ടത്. അപ്പോൾ പറഞ്ഞപ്പോഴത്തേക്കും ഇപ്പോൾ 2018 മുതലുള്ള പ്രശ്നങ്ങളല്ലേ, അത്രയും പഴക്കമുള്ളതല്ലേ, അപ്പോൾ അത് എങ്ങനെയാണ് ഇതാക്കണത്, നിങ്ങൾ എന്തുകൊണ്ട് ഇത്രയും നാളും വന്നില്ല എന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിലെ ജോലി പോകും, അവർ കളയിക്കും, പിന്നെ എൻ്റെ കുടുംബത്തെ തകർത്ത് കളയും, പിന്നെ എൻ്റെ മക്കൾ 2 പേരില്ലേ അവരെ ഓർക്കണ്ടേന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇത്രയും നാൾ വരാതിരുന്നത്. പോലീസ് സ്റ്റേഷനിൽ ഒരു നല്ല ഒരു ഇത് കിട്ടാഞ്ഞിട്ട് ഞാൻ പിന്നെ കമ്മീഷൻ ഓഫീസിൽ കൊണ്ട് പരാതി കൊടുത്തു. ഇത്തരത്തിൽ ഈ ഷാജിയും ഈ കൂട്ടരും വഞ്ചിച്ചു എന്നുള്ള കാര്യമൊക്കെ ഭർത്താവിനോട് ഏത് ഘട്ടത്തിലാണ് പറയാൻ പറ്റിയത്? അവസാനമായപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഇന്ന പോലെയൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ട്, ലോഡ്ജിൽ വെച്ച് ബഹളം ഉണ്ടായിരുന്നു, ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ്. അതേ 4 ദിവസം പിന്നെ അവിടെ തന്നെ അടച്ചിട്ടിട്ട് ഇവർ വീട്ടിൽ പോയി ആ റൂമിൽ അടച്ചിട്ട് 2 ദിവസം ഞാൻ പട്ടിണി കിടന്നു ആ റൂമിൽ. 3-ാമത്തെ ദിവസം അയാളുടെ വർക്കറായ ഷൈനെ കൊണ്ട് എനിക്ക് എന്തോ ഫുഡ് വെള്ളമൊക്കെ വാങ്ങിപ്പിച്ച് കൊടുക്കാൻ പറഞ്ഞു തന്നു. ഇപ്പം ഈ പരാതി കൊടുക്കാൻ ധൈര്യം വന്നത് എങ്ങനെയാണ്? പോയിട്ടും
ജീവിതം പോയിട്ടും പൈസ വീണ്ടും അവർ തരുന്നില്ല. ഹസ്ബൻഡിനോട് പൈസ തരാത്തതിൻ്റെ കാരണങ്ങൾ എനിക്ക് പറയാൻ പറ്റുന്നില്ല. എൻ്റെ സമ്മതത്തിൽ ആണ് ഹസ്ബൻഡ് സമ്മതിച്ചത് കിഡ്നി കൊടുക്കാനായിട്ട്. കടങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, ജപ്തി ഭീഷണിയുണ്ട്, എല്ലാം ഉണ്ട്. നിർധനരായ മനുഷ്യരുടെ ജീവിതത്തിന് മേലാണ് അവയവ മാഫിയ കത്തിവെച്ചുകൊണ്ടിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് കുമ്പിടിക്കൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി. ലിബിയുടെ വാർത്ത നമ്മളെ വല്ലാതെ ഞെട്ടിക്കുന്നതാണ്, വളരെ വലിയ ഷോക്ക് ഉണ്ടാക്കുന്നതാണ്. നിസ്സഹായരായി പോകുന്ന മനുഷ്യരെ ഏതൊക്കെ തരത്തിലാണ് പീഡിപ്പിക്കുന്നത്? വൃക്ക എടുക്കുന്നു, ആ വൃക്ക എടുത്തതിൻ്റെ ഭാഗമായിട്ട് പണം തിരിച്ചു ചോദിക്കുമ്പോൾ പണം കൊടുക്കാതിരിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട് ലോഡ്ജിൽ വിളിച്ചു വരുത്തി പീഡിപ്പിക്കുന്നു. ലേബി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ലേബി, പോലീസിൽ പരാതി നൽകിയിട്ടും ഈ പെൺകുട്ടിയുടെ പരാതി പോലീസ് ഗൗരവമായി എടുത്തില്ല എന്നുള്ളതാണ് ഏറെ ഞെട്ടിപ്പിക്കുന്ന കാര്യം. വൃക്ക എടുക്കുന്നു, പണം കൊടുക്കുന്നില്ല, ശാരീരിക പീഡനവും അനുഭവിക്കേണ്ടി വരുന്നു. ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു വലിയ മാഫിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കേരളത്തിലെ ഈ അവയവ മാഫിയ? തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ, വളരെ ഞെട്ടിക്കുന്നതാണ്. അവയവ മാഫിയ ഇങ്ങനെ തഴച്ചു വളരുകയാണ് കൊച്ചിയിൽ എന്നുള്ള വാർത്ത. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് ഐസ്ബർഗ് മാത്രമാണ്. എത്രയോ കാണാത്ത ഏജന്റുമാരാണ് കൊച്ചിയിൽ ഇങ്ങനെ വളരെ സജീവമായി കഴിയുന്നത്. ഇപ്പോൾ ഒരു സ്വകാര്യ ആശുപത്രി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഏജന്റിനെ കുറിച്ചാണ് ഈ പെൺകുട്ടി പരാതി പറഞ്ഞിരിക്കുന്നത്. ഷാജി എന്നുള്ള ഏജന്റ്. ഈ ഏജന്റ് ഇതുപോലെ 8.5 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്യുന്നു, 3.5 ലക്ഷം കൊടുക്കുന്നു, ബാക്കി കൊടുക്കാതെ വരുന്നു. ഈ കൊടുക്കാതെ വന്ന ഈ 5 ലക്ഷത്തിന് വേണ്ടി നടക്കുമ്പോൾ ഈ പൈസ നൽകാമെന്ന് പറഞ്ഞ് ലോഡ്ജിലേക്ക് വിളിച്ചു വരുത്തുന്നു, ശാരീരികമായി ചൂഷണം ചെയ്യുന്നു. ഇത് പുറത്തു പറഞ്ഞാൽ ഉള്ള സ്വകാര്യ ആശുപത്രിയിലെ ജോലി കൂടി നഷ്ടപ്പെടുത്തുമെന്ന് പറയുന്നു. ഈ ഭയചകിതയായ ഈ സ്ത്രീ ഇത് പറയാതെ മാറി നിൽക്കുന്നു. ഇത്രയും മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന കാലത്ത് ആത്മഹത്യയെക്കുറിച്ച് പലതവണ ആലോചിച്ചു എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമ്മളോട് 45 മിനിറ്റോളം സംസാരിച്ചതിന്റെ ഏറ്റവും പ്രസക്ത ഭാഗങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ കേൾപ്പിച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം, ഈ നമ്മൾക്കിപ്പോൾ അഭിമുഖം തന്ന സ്ത്രീ ചേർത്തല സ്വദേശിനിക്ക് 12 പേരെ കൂടി അറിയാം. അതായത് ഈ ഏജന്റ് തന്നെ വെട്ടിലാക്കിയ 12 പേർ വേറെയും കിടക്കുന്നു. അപ്പോൾ ഒന്ന് ഓർക്കേണ്ട കാര്യം, കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രികളൊക്കെ കേന്ദ്രീകരിച്ച് എത്രത്തോളം ശക്തമായിട്ടാണ് ഈ അവയവ മാഫിയ തഴച്ചു വളർന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, ഇവർ സമീപിക്കുന്നത് നിർധനരായ യുവാക്കളെയും യുവതികളെയുമാണ്. ഇവരുടെ ഒരു സാമ്പത്തിക സാഹചര്യം ചോദിച്ച് മനസ്സിലാക്കുന്നു. ആ സാമ്പത്തിക സാഹചര്യത്തിന് പരിഹാരമായി ഇവർ ഈ കിഡ്നിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവയവമോ ദാനം ചെയ്താൽ അതിന് തക്ക പണം കൊടുക്കാമെന്ന് പറഞ്ഞ് ഇവരെ വലയിലാക്കുന്നു. ഇവർ മറ്റു മാർഗമൊന്നുമില്ലാതെ സാമ്പത്തിക പരാധീനത കൊണ്ട് ഇവരുടെ ഈ വലയിൽ വീഴുന്നു. അവയവ ദാനം, ഇതുപോലെ മറ്റൊരു കാര്യവും നമുക്ക് തൊട്ടടുത്ത ദിവസം പറയേണ്ട കാര്യമുണ്ട്. കൊച്ചിയിൽ തന്നെ ഒരു സ്ഥലത്ത് ഇതുപോലെ തന്നെ ഈ ഏജന്റിന്റെ തന്നെ അവയവ തട്ടിപ്പിനിരയായ ഷാജി മാത്രം നടത്തുന്നതല്ല, ഷാജിയെ പിന്തുണയ്ക്കാൻ ചില സ്വകാര്യ ആശുപത്രികളുണ്ട്, ഈ ഡോക്ടർമാരുണ്ട്, ഒപ്പം ഷാജിക്കൊപ്പമുള്ള മറ്റ് റാക്കറ്റിലെ മാഫിയ അംഗങ്ങളും സജീവമാണല്ലേ ലിബി? തീർച്ചയായും ഈ ഷാജിയെ കുറിച്ചുള്ള പരാതി പനങ്ങാട് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് ഈ സ്ത്രീക്ക് നീതി ലഭിച്ചില്ല എന്നാണ് പറയുന്നത്. അത് വളരെ വിശദമായി നമ്മുടെ അഭിമുഖത്തിൽ അവർ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്. ഇവർ പലതവണ സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്നു, ഇവർക്ക് ഒരു തരത്തിലും നീതി ലഭിക്കുന്നില്ല. ഒരു സ്ത്രീ പരാതിപ്പെടാനുള്ള സാഹചര്യത്തെ നോക്കി എന്തുകൊണ്ടാണ് ഇത്രയും കാലം പരാതിപ്പെടാതിരുന്നത് എന്നുള്ള ചോദ്യമാണ് പോലീസ്. മാത്രമല്ല ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ മാത്രമല്ല, ഇതുപോലെയുള്ള 12 പേരെയാണ് ചൂഷണം ചെയ്തിരിക്കുന്നത് ഷാജി എന്നുള്ളതാണ്. ഷാജി ഇപ്പോഴും പുറത്ത് വിലസുന്നു, ഒരു കുഴപ്പമില്ല. 8.5 ലക്ഷം രൂപയ്ക്ക് വൃക്ക വാങ്ങാം എന്ന് പറയുന്നു, 3.5 ലക്ഷം രൂപ മാത്രം കൊടുക്കുന്നു, ബാക്കി 5 ലക്ഷം രൂപ ആവശ്യപ്പെടുമ്പോൾ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിക്കുന്നു. എന്നിട്ടും ആ പെൺകുട്ടിയുടെ നിസ്സഹായാവസ്ഥ ചൂഷണം ചെയ്യുന്ന ഷാജിക്കെതിരെ ചെറുവിരലണക്കാൻ അന്വേഷണ സംവിധാനത്തിന് കഴിയുന്നില്ല. ചില ആശുപത്രികളും ഇതിന് കൂട്ടുനിൽക്കുന്നുവെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഓരോ വാർത്തകളും നമ്മൾ പുറത്തു കൊണ്ടുവരും. ഈ 12 പേരെ കൂടി ലേബി നമുക്ക് കണ്ടെത്തണം, അവരുടെ അവസ്ഥ എന്താണെന്ന് കൂടി നമുക്ക് പ്രേക്ഷകരെ അറിയിക്കുകയും വേണം. ആ പെൺകുട്ടി നൽകുന്ന സൂചനകൾ അനുസരിച്ച് ഈ മാഫിയയിൽ ഇനിയും ആളുകൾ പെട്ടുപോകരുത്. കഴുകൻ കണ്ണുകളുമായി മനുഷ്യജീവന്റെ ശരീരത്തിൽ തുടിക്കുന്ന അവയവങ്ങളെ കൊതിയോടുകൂടി നോക്കുന്ന ഷാജിമാർ നമ്മുടെ ചുറ്റുമുണ്ട് എന്നത് പ്രേക്ഷകർ മനസ്സിലാക്കുക. ആരെങ്കിലും നിങ്ങളുടെ അവയവം എടുത്ത് പകരം ലക്ഷക്കണക്കിന് രൂപ തരാമെന്ന് പറഞ്ഞ് നിങ്ങളെ സമീപിച്ചാൽ ഉടൻ തന്നെ അത് നിങ്ങൾ അധികൃതരെ അറിയിക്കുക.